സഭയ്ക്ക് നന്ദി പൂർവമോദിടുന്നു ഞങ്ങൾ വന്ദനം. വന്യമാന്യരാജീവരമ്യമായൊരീ സഭയ്ക്ക് നന്ദി പൂർവമോദിടുന്നു ഞങ്ങൾ വന്ദനം. പുതുതലമുറയ്ക്ക് കൗതുകമുണർത്തി അരവുപാട്ട്. പയ്യന്നൂരിൽ ഫോക്ക്ലാൻഡിന്റെ 35ാം വാർഷികാഘോഷവേളയിലാണ് കുന്നോത്തുപറമ്പ് നാണിയും സംഘവും ഏറെ വ്യത്യസ്തമായ അരവുപാട്ടും കല്യാണപ്പാട്ടുമായി അരങ്ങിലെത്തിയത്. പണ്ടുകാലത്ത് കണ്ണൂർ ജില്ലയിലെ വീടുകളിൽ വിവാഹത്തലേന്ന് അരവുപാട്ട് സജീവമായിരുന്നു. 10ഓ 12ഓ അമ്മികൾ വട്ടത്തിലിട്ട് പെണ്ണുങ്ങൾ അരവ് തുടങ്ങും. നടുക്ക് വിളക്ക് കൊളുത്തിവെച്ച് ഒരു താലവും വയ്ക്കും. പ്രായമായ അരവുപാട്ടറിയുന്ന അമ്മമാർ ആരെങ്കിലും പാടിക്കൊടുക്കും. മറ്റുള്ളവർ അത് ഏറ്റുപാടും. ക്ഷണിച്ചു വരുന്ന ബന്ധുക്കൾ നടുക്കുവച്ച താലത്തിൽ പണമിടും. ആ പണം അരവുകാർക്കുള്ളതാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഇത് അന്യം. പ്രായമായ സ്ത്രീകൾ വടക്കൻ പാട്ടിലെ ഈരടികളും നാട്ടുപ്രമാണികളുടെ വീരസ്യങ്ങളും ചേർത്ത് കറിക്കൂട്ടുകൾ അരയ്ക്കുന്ന വേളയിലാണ് ഈ പാട്ടുകൾ പാടിയിരുന്നത്. കളരിത്തമ്പുരാൻ തച്ചോളിയോദയനന്റെ വാൾപ്പയറ്റു മുതൽ 18 അടവുകളും യുദ്ധവിജയവും വാഴ്ത്തിപ്പാടുകയെന്നത് ഇത്തരം പാട്ടുകളുടെ പ്രത്യേകത തന്നെയായിരുന്നു. നമ്മൾ കല്യാണ വീട്ടിലെല്ലാം അരവിനും ഇന്ന് മിഷ്യനും കാര്യങ്ങളെല്ലാം അന്ന് കല്ലയിലുള്ള അരവാ. അപ്പം തേങ്ങ ചിരണ്ടുമ്പോൾ അരവിന് ഉറക്കമൊഴിഞ്ഞ് ഇങ്ങനെ അരക്കുന്നില്ല. അതിനൊരു സമയം പോക്കിന് നമ്മൾ ഒരു പുല്ലുവായി നിർത്തിട്ട് അതിൽ ഒരു പ്ലേറ്റും വെച്ച് വട്ടോട്ടിരുന്ന് അരക്കുന്നാൾ അരക്കും. നമ്മളിങ്ങനെ പാടി അരച്ച് കൈതാകുമ്പോൾ നമ്മൾ മാറി അരക്കും. അങ്ങനെ ഒരു പാട്ട് അങ്ങനെ ഉണ്ടാവും. സംഭാവനയായിട്ട് എന്തെങ്കിലും ഓരോരുത്തർക്ക് പ്രോത്സാഹനമായിട്ട് ആ പ്ലേറ്റിൽ എന്തെങ്കിലും ഇടും. അത് ഞാൻ രാവിലെ ആ കല്യാണ വീട്ടിൽ നിന്ന് ഓരോരാളങ്ങ് കൊണ്ടുപോകുന്നില്ല. നമ്മൾ ആ കല്യാണ വീട്ടിൽ അവിടെ കൊടുക്കും. അവിടുന്ന് രാവിലത്തെ ചായൻ്റെ കടിയായിട്ട് എന്തെങ്കിലുമെല്ലാം ഓരോ അതിനെ കൊണ്ട് മേടിക്കും. അങ്ങനെയൊരു സമയം പോക്കും. പിന്നെ പാട്ട് പഠിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെല്ലാം പാടി. ഞാൻ ജോലിക്കെല്ലാം പോക്കോടിങ്ങനെ ജോലി സ്ഥലത്തൊന്നും ഇങ്ങനെ പാടി അങ്ങനെ വന്ന് പിന്നെ വായനക്കൂടി എല്ലാം കിട്ടിയൊരു കഴിവാണ്. കല്യാണ വീട്ടിലെ പാട്ട് അത്യാവശ്യമില്ല. അതിപ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരെ അതിലും പങ്കെടുക്കുക തന്നെ. എൻ്റെ അടുത്ത പ്രദേശത്തല്ല എന്നെ വിടുകയില്ല കുട്ടികൾ നിങ്ങളെ പ്രായക്കാർ. ഞാൻ ഇതെല്ലാത്തിലും വലിയൊരു കളിക്കുട്ടിയാക്കിയിട്ടാണ് അതിനെ കൊണ്ടുനടക്കും. നിങ്ങളെ പോലെയുള്ള ആൾ തുള്ളുന്നതിൽ എന്നെ പിടിച്ച് തുള്ളിക്കും. ഇപ്പം കഴിഞ്ഞ ആഴ്ച കല്യാണം ഉണ്ട്. ആടെ തന്നെ ഞാൻ അകത്ത് ഇവരെ കാണാണ്ട് കിടന്നുറങ്ങുന്നു. ആടെ വന്ന് എന്നെ കയ്യോടെ പിടിച്ചിട്ട് കല്യാണ പന്തലിൽ കൊണ്ടുപോയി. കല്യാണ വീടുകളിലെ തലേ ദിവസത്തെ മേളങ്ങൾ ഇന്ന് വേറെ തരത്തിലായി കഴിഞ്ഞു. ഇത്തരം അരവുപാട്ടുകളും ഓർമ്മയായി മാറിത്തുടങ്ങി. മീഡിയ പയ്യന്നൂർ.
ഇന്നലെ വരെ നിനക്ക് മാനമില്ല സുന്ദരാംഗി, ഇന്ന് തൊട്ട് മാനമോടെ പൊട്ടിയായിതേ. ഇന്നലെ വരെ നിനക്ക് മാനമില്ല സുന്ദരാംഗി, ഇന്ന് തൊട്ട് മാനമോടെ പൊട്ടിയായിതേ. മറിമാർക്ക് ദൈവത കിട്ടുവോ? ആ ഉറപ്പല്ലേ. പഴയ സ്റ്റേറ്റ് പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചതുരംഗക്കളത്തിൽ ഓരോ നീക്കവും കരുതലോടെയാവണം. അശ്രദ്ധയോടെയുള്ള ഒരേ ഒരു നീക്കം മതി എല്ലാം കൈവിട്ടു പോകാൻ. അതുപോലെ തന്നെയാണ് നമ്മളുടെ പണമിടപാടുകളുടെ കാര്യവും. അങ്ങനെ വിശ്വസിച്ച് സമീപിക്കാൻ പറ്റിയ ഏത് ബാങ്കാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്? ഉണ്ടല്ലോ, പയ്യന്നൂർ റൂറൽ ബാങ്ക്. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. സന്തോഷം നിറയട്ടെ ഇനി നിങ്ങളുടെയും പണമിടപാടുകളിൽ.